സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ബ്ലൂബെറി കേക്ക്. എഴുതിയത് പ്രദീപ് പേരശ്ശനൂർ. സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിക്കാൻ കുട്ടിക്ക് പൂതി തോന്നി. എത്ര നാളായി ഈ മുറിക്കകത്ത് ഒറ്റയ്ക്ക്. തൻ്റെ ഒപ്പം പഠിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇനി സ്കൂളിൽ പോകുമ്പോൾ തന്നെ 5ാം ക്ലാസ്സിൽ ഇരുത്തുമോ, അതോ 4ാം ക്ലാസ്സിൽ തന്നെ? കഴിഞ്ഞ ഒരു വർഷമായി അവൾ ലുക്കീമിയയ്ക്ക് തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 7 മാസം കൂലിപ്പണിക്കാരും ദരിദ്രരുമായ കുട്ടിയുടെ മാതാപിതാക്കൾ തിരുവനന്തപുരത്ത് താമസിച്ച് ചികിത്സിച്ചു. വ്യക്തികളുടെയും കാരുണ്യ സംഘടനകളുടെയും സഹായത്താൽ അവർ പിടിച്ചുനിന്നു. ലുക്കീമിയ അപകടകരമായ ക്യാൻസറാണെന്ന് രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ കുട്ടികളിൽ അത് പൂർണ്ണമായി ഭേദമാക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത്. മകൾ 12 വയസ്സ് അതിജീവിക്കുകയാണെങ്കിൽ പിന്നീട് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. അതാണ് ഡോക്ടറുടെ ഉറപ്പ്. 1 വർഷം സ്കൂളിൽ പോകാനേ പറ്റില്ല. ഇപ്പോൾ മാസത്തിലൊരിക്കൽ ആശുപത്രിയിൽ പോയാൽ മതി. കീമോ കുത്തിവെപ്പുകളുണ്ട്. കഴിക്കാൻ ഗുളികകളും പാർശ്വഫലമുള്ള മരുന്നുകളാണ്. നേരിയ പനി എപ്പോഴുമുണ്ടാകും. മനം പുരട്ടൽ, ഭക്ഷണത്തിന് രുചിക്കുറവ് ഒക്കെ തോന്നും. കുളിര് കാരണം വെള്ളം കാണുന്നതേ അസഹ്യമാണ്. 3 ദിവസം കൂടുമ്പോഴാണ് കുളി. ഇനി മാസത്തിലൊരിക്കലും ഘട്ടം ഘട്ടമായി 2 മാസത്തിലൊരിക്കലും ട്രീറ്റ്മെൻറ്റിന് വന്നാൽ മതിയെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചപ്പോൾ അച്ഛനമ്മമാർ കുട്ടിയെയും കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുകയാണുണ്ടായത്. മറ്റുള്ളവരുടെ സാമ്പത്തിക സഹായങ്ങൾ അപ്പോഴേക്കും കുറഞ്ഞു തുടങ്ങിയിരുന്നു. കുട്ടിയുടെ അച്ഛൻ മരമില്ലിലെ ഈർച്ചക്കാരനാണ്. അമ്മ കോൺക്രീറ്റ് തൊഴിലാളിയും. 2 പേരും രാവിലെ ജോലിക്ക് പോകും. മാസത്തിലൊരിക്കലുള്ള ചികിത്സയ്ക്കും നല്ല പണച്ചെലവുണ്ട്. പ്രധാനപ്പെട്ട മരുന്നുകൾ പുറത്തുനിന്നും വാങ്ങണം. ഹോസ്പിറ്റലിൽ തന്നെയുള്ള ചില മരുന്നുകൾക്ക് പകുതി വില നൽകണം. താമസ വാടക, കറണ്ട് ബിൽ, വാട്ടർ ബിൽ, മറ്റു കാര്യങ്ങൾ. ഈ ജീവിത ചെലവുകൾ കഴിഞ്ഞു വേണം ചികിത്സയ്ക്കുള്ള പണം സ്വരൂപിക്കാൻ. അതിനവർ കഠിനമായി അധ്വാനിക്കുന്നു. മകൾ ശീതൾ ജീവിതത്തിലേക്ക് തിരിച്ചുവരും എന്ന് അവർക്ക് അത്രയും പ്രത്യാശയുണ്ട്. തപിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. അമ്മയുടെ പണിസ്ഥലത്തെന്നും ഭക്ഷണം ബിരിയാണിയും പൊറോട്ടയും ചിക്കനുമൊക്കെയാണ്. അമ്മ തനിക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു പങ്ക് പൊതിഞ്ഞു കെട്ടി മകൾക്ക് കൊണ്ടുകൊടുക്കും. പക്ഷേ ബിരിയാണിയോടും പൊറോട്ടയോടുമൊക്കെ പഴയ ആർത്തി ഇപ്പോൾ ശീതളിനില്ല. രുചി പഴയ പോലെയല്ല എന്നതാണ് പ്രശ്നം. ശീതളിൻ്റെ താമസസ്ഥലത്ത് TV ഇല്ല. ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ ഇടിമിന്നലിൽ കെട്ടുപോയതാണ്. ഒരു പഴഞ്ചൻ മോഡൽ മൊബൈലാണ് അവൾക്ക് കൂട്ടായുള്ളത്. തങ്ങൾ ജോലിക്ക് പോയാൽ മകൾ ഒറ്റയ്ക്കാവുന്നതുകൊണ്ട് ബന്ധപ്പെടാൻ രക്ഷിതാക്കൾ കരുതി വച്ചത്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാം, മെസ്സേജുകൾ അയക്കാം, വ്യത്യസ്ത റിംഗ് ടോണുകൾ കേൾക്കാം. മറ്റു വിനോദോപാധികൾ ഒന്നുമില്ല. കുറേ ദിവസമായി ശീതൾ മാതാപിതാക്കളോട് ഒരു ബ്ലൂബെറി കേക്കിന് ആഗ്രഹം പറയുന്നു. കഴിഞ്ഞ വർഷം ജന്മദിനത്തിന് അതു കഴിച്ച രുചിയോർമ്മ അവളുടെ ഉള്ളിലുണ്ട്. ആ സ്വാദ് ഇപ്പോഴും കിട്ടും എന്നൊരു തോന്നൽ. കാരണം ബ്ലൂബെറി കേക്കിനെ പറ്റി ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളമൂറുന്നു. എന്നാൽ രക്ഷിതാക്കൾക്ക് അവളുടെ കേക്ക് മോഹം നിവർത്തിച്ചു കൊടുക്കാനായിട്ടില്ല. 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ സമയമായി. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പെരുപ്പം കാരണം 2 പേരുടെയും തൊഴിൽ മേഖലയിൽ പഴയ ഡിമാൻഡില്ല. ജോലിയില്ലാത്ത ദിനങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്നു. ട്രീറ്റ്മെൻറ്റിനുള്ള പണമൊപ്പിക്കുന്ന പെടാപ്പാടിൽ മകളുടെ ബാലസഹജമായ പല കാര്യങ്ങളും ആ അച്ഛനമ്മമാർ കണ്ടില്ലെന്നു നടിക്കുന്നു. മാത്രമല്ല, കൊതി പറഞ്ഞ് കഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന ചില സാധനങ്ങൾ ആർത്തിയോടെ മകൾ ഒന്ന് വായിൽ വയ്ക്കും, പിന്നെ നിരസിക്കും. കാശ് പോകുന്നത് മിച്ചം. അന്ന് ശീതളിൻ്റെ തൊട്ടടുത്ത താമസക്കാരായ ബാലാജിയും കുടുംബവും ബന്ധുവീട്ടിൽ കല്യാണത്തിന് പോയതായിരുന്നു. അതൊരവസരമായി ശീതൾ കണ്ടു. അവൾക്ക് പുറത്തേക്കൊക്കെ ഒന്ന് ചുറ്റണം. ഒരു ബ്ലൂബെറി കേക്ക് കഴിക്കണം. സ്കൂൾ പരിസരം കാണണം. അച്ഛനും അമ്മയും ജോലിക്ക് പോകുമ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങരുതെന്ന കട്ടായം പതിവായി ഓർമ്മിപ്പിക്കും. ബാലാജിയുടെയും ഭാര്യയുടെയും കണ്ണ് ശീതളിൻ്റെ മേലുണ്ടാകും. ശീതൾ വാതിൽ തുറന്ന് മുറിക്ക് പുറത്തേക്ക് വന്നു. താഴെ നിലയിലെ വാടകക്കാരുടെ കണ്ണ് വെട്ടിച്ച് അവൾ റോഡിലേക്കിറങ്ങി. കുളിരുള്ളതുകൊണ്ട് വെയിലത്തേക്കിറങ്ങിയപ്പോൾ സുഖം തോന്നി. അവൾ കിഴക്കുഭാഗത്തേക്ക് നടന്നു. പല മുഖങ്ങളും വാഹനങ്ങളും അവളെ കടന്നുപോയി.
ആൽമരത്തിന്റെ തണലിൽ നൂലുപോലെ മെലിഞ്ഞ് ജീൻസൊക്കെ ധരിച്ച ന്യൂജൻ പയ്യനെ കുട്ടി കണ്ടു. അവൻ ഒറ്റയ്ക്കാണ്. പയ്യൻ ഫോൺ സെൽഫി സ്റ്റിക്കിൽ ഉറപ്പിച്ച് തനിയെ സംസാരിക്കുകയാണ്. കുട്ടി അവനരികിൽ വന്നു നിന്നു. പയ്യൻ ചിത്രീകരണം നിർത്തി. ന്യൂജൻ കുട്ടിയോട് തിരക്കി. ശീതൾ ചോദിച്ചു, എനിക്കൊരു ബ്ലൂബെറി കേക്ക് വാങ്ങിത്തരാമോ? അവൻ പെൺകുട്ടിയെ ചുഴിഞ്ഞു. മുഷിഞ്ഞ വേഷം, ചെമ്പിച്ച മുടി, ദാരിദ്ര്യം മുറ്റി നിൽക്കുന്ന ദേഹവും വിവശഭാവവും. മുഖത്തു മാത്രം സ്വൽപ്പം ഊർജമുണ്ട്. ഞാൻ കേക്ക് വാങ്ങിത്തരാം, പക്ഷേ നീ എനിക്കൊരു കാര്യം സാധിച്ചു തരണം, പയ്യൻ വ്യക്തമാക്കി. എന്താണ്? ഞാനൊരു വ്ലോഗറാണ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമോ? ശീതൾ ഇല്ലെന്ന് ചുമലിളക്കി. ഞാൻ മൊബൈലിൽ ചില കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ആളാണ്. കുറച്ചപ്പുറത്ത് പാടക്കരയിൽ ഒരു കുളമുണ്ട്. നിനക്ക് നീന്തലറിയുമോ? ഇല്ല. വെരി ഗുഡ്. ആ കുളത്തിൽ കുറച്ച് വെള്ളമേയുള്ളൂ. നീ അതിലേക്ക് ചാടണം. അല്പം മുങ്ങി പൊന്തി കഴിയുമ്പോൾ ഞാൻ വന്ന് നിന്നെ രക്ഷിക്കും. ഞാൻ അതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അതാണ് വ്ളോഗിംഗ്. അതു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് ബ്ലൂബെറി വാങ്ങിത്തരാം. ഓക്കെ? കുട്ടി നിസ്സഹായത അറിയിച്ചു. എനിക്ക് കുളത്തിലിറങ്ങാൻ പറ്റില്ല. ഞാനൊരു അസുഖക്കാരിയാണ്. എന്നാ പോയി നീ നിന്റെ പാട് നോക്ക്. ബ്ലോഗർ അവളെ വിട്ടു. ശീതൾ മുന്നോട്ടു പോയി. അവളൊരു ഓഡിറ്റോറിയത്തിന്റെ മുന്നിലെത്തി. ഗേറ്റിന് മുമ്പിൽ വെള്ളവസ്ത്രം ധരിച്ച കുറേ പേർ. അവരെന്തോ തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ധനികരും അനുകമ്പയുള്ളവരുമായി ശീതളിന് തോന്നി. മാമന്മാർ എനിക്കൊരു ബ്ലൂബെറി കേക്ക് വാങ്ങിത്തരുമോ? അവർക്കിടയിലെത്തിയ കുട്ടി പതിഞ്ഞ ശബ്ദത്തിൽ ആഗ്രഹം അവതരിപ്പിച്ചു. ബ്ലൂബെറി കേക്കോ? ഞങ്ങൾ നേതാവിന്റെ വരവും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് മാറിയാൽ എല്ലാം കുഴയും, സംഘത്തിലെ പ്രധാനി വ്യക്തമാക്കി. പ്രതീക്ഷയറ്റ കുട്ടി അവിടെ നിന്നും മുന്നോട്ട് കുറച്ചു നീങ്ങിയപ്പോൾ സംഘത്തിൽ നിന്ന് ഒരു തടിമാടൻ ശീതളിന് പിന്നാലെ ഓടിക്കിതച്ചു വന്നു. കുട്ടിക്ക് വേണ്ടത് ഞാൻ വാങ്ങിത്തരാം, പകരം നീയൊരു ഉപകാരം ചെയ്തു തരണം. പറ്റുമോ? നിസ്സാര കാര്യമാണ്. എന്താണ്? ഞങ്ങളുടെ ലീഡർ കുറച്ചു കഴിഞ്ഞാൽ പ്രസംഗിക്കാൻ വരും. കുട്ടി ഓഡിയൻസിലെ മുൻനിരയിലിരിക്കണം. കയ്യിലൊരു കറുത്ത തുണി ചുരുട്ടി വെക്കണം. അതൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ലീഡർക്ക് മലയാളം അറിയില്ല. അദ്ദേഹം ഹിന്ദിയിലാണ് സംസാരിക്കുക. ആൾ പ്രസംഗം തുടങ്ങി. ഞാൻ സിഗ്നൽ തരുമ്പോൾ കുട്ടി സ്റ്റേജിലേക്ക് പതുക്കെ കയറി ചെല്ലണം. ആരും മോളെ തടയില്ല. ലീഡർ കരികിലെത്തിയാൽ അദ്ദേഹം പ്രസംഗം നിർത്തി മോളെ നോക്കും. അപ്പോൾ ഈ കറുത്ത തുണി പൊക്കിക്കാണിച്ച് പരമാവധി ഉറക്കെ ഹമാരാ നേതാ ചോർ ഹേ എന്ന് 2 വട്ടം പറയണം. അദ്ദേഹത്തിനത് ഇഷ്ടപ്പെടുകയും മോളെ ഉമ്മ വയ്ക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യും. അത്ര തങ്കപ്പെട്ട ആളാണ്. അതു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ വയറു നിറയെ വാങ്ങിത്തരാം. എന്താ? ശീതൾ ആലോചിച്ചു. ക്ലാസ്സിൽ അവൾ ഹിന്ദി പഠിക്കാൻ തുടങ്ങിയിരുന്നു. ചോർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ കുട്ടിക്ക് പന്തിയായി തോന്നിയില്ല. അവൾ മുന്നിലെ മനുഷ്യനെ നിരാകരിച്ച് നടന്നു. അല്പം പിന്നിട്ടപ്പോൾ ഗേറ്റിനു മുന്നിൽ സ്വർണ്ണ നിറത്തിലുള്ള ഫലകത്തിൽ ഭംഗിയായി വീട്ടുപേര് കൊത്തിയ വീട് സവിശേഷമായ അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. അവൾ ആ പേരുച്ചരിച്ചു. സ്നേഹഭവനം. ശീതൾ ഗേറ്റ് തുറന്ന് അങ്ങോട്ട് ചെന്നു. ഉമ്മറത്ത് ആരെയും കണ്ടില്ല. അവൾ കോളിംഗ് ബെല്ലിൽ പലതവണ അമർത്തി. പ്രതികരണമൊന്നുമുണ്ടായില്ല. ശീതൾ മടങ്ങാനൊരുങ്ങവേ വീടിന്റെ മുറിയുടെ ഒരു ജനൽപ്പാളി പതിയെ പകുതി തുറക്കപ്പെട്ടു. അവൾ അടുത്തേക്ക് ചെന്ന് ജനാല മുഴുവനായും തുറന്ന് അകത്തേക്ക് നോക്കി. ടേബിളിലെ കമ്പ്യൂട്ടറിൽ ഒരു സിനിമ ഓടുന്നതാണ് അവൾ കണ്ടത്. കുട്ടിക്ക് സന്തോഷമായി. എത്ര കാലമായി സിനിമ കണ്ടിട്ട്. രജനി അണ്ണന്റെ സിനിമ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ജയിലർ സിനിമയൊക്കെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. അന്നൊന്നും അവൾക്ക് അസുഖമില്ല. കുറേ നേരം കണ്ടിട്ടും കമ്പ്യൂട്ടറിലെ സിനിമ അവൾക്ക് ഇഷ്ടമായില്ല. അടിയില്ല, പാട്ടില്ല, തമാശയില്ല. 2 മനുഷ്യർ ഉടയാടകളില്ലാതെ കുത്തിമറയുന്നത് മാത്രം. ഏതാണീ നടനും നടിയും? എന്തൊരു നയിപ്പാണ് അവരുടേത്! എന്തിനാണവർ ഇങ്ങനെ കിതയ്ക്കുന്നത്? ശീതളിനൊന്നും പിടികിട്ടിയില്ല. രജനി അണ്ണന്റെ സിനിമ എവിടെ? ഇതെവിടെ? കുട്ടി മടുപ്പോടെ പോകാമെന്ന് കരുതിയപ്പോൾ ബർമൂഡ മാത്രമിട്ടൊരു യുവാവ് മുറിയിൽ സിനിമയിലെ കാഴ്ച മറച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് സിനിമ ഇഷ്ടമായോ? അയാൾ ചോദിച്ചു. ഇല്ല, ശീതൾ മറുപടി നൽകി. അകത്തേക്ക് വരൂ, ഇഷ്ടമുള്ള സിനിമ കാണിച്ചു തരാം. ഇപ്പോ വേണ്ട.
സിനിമ നിഷേധിച്ച ശേഷം കുട്ടി തൻ്റെ ഇഷ്ടവിഭവത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അതിനെന്താ, ഇവിടെ ഫ്രിഡ്ജിൽ പലതരം കേക്കുകൾ ഇരിപ്പുണ്ടല്ലോ, അകത്തേക്ക് വരൂ. ശീതളിന് ആഹ്ലാദമായി. അയാൾ വാതിൽ തുറന്നു കമ്പ്യൂട്ടർ ഇരിക്കുന്ന മുറിയിലേക്ക് അവളെ ആനയിച്ചു. സിനിമ അപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. അയാൾ ശീതളിൻ്റെ കയ്യിൽ സ്പർശിച്ചു. എന്തൊരു ഉളുമ്പ് മണമാണ് നിനക്ക്. നീ ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞാൻ കേക്ക് എടുത്തു വയ്ക്കാം. എനിക്ക് കുളിക്കാൻ വയ്യ. എന്താ, വല്ല അസുഖവുമുണ്ടോ? ശീതൾ പറഞ്ഞ രോഗത്തിന്റെ പേര് കേട്ടപ്പോൾ യുവാവിന്റെ പിടിയയഞ്ഞു. ഛേ, അയാൾ ആശാഭംഗനായി. എന്നാലും പെൺകുട്ടിയെ വിട്ടുകളയാൻ മനസ്സു വന്നില്ല. ശരി, കുളിക്കണ്ട, നമുക്ക് ചെറിയൊരു കളി കളിക്കാം, എന്നിട്ട് കേക്ക് തരാം, ബർമൂഡക്കാരൻ പറഞ്ഞു. എന്തു കളിയാണ്? ശീതളിന് ആകാംക്ഷയായി. ഒന്നുമില്ല, നീ കുറച്ചു നേരം കണ്ണടച്ചു നിൽക്കണം. ഞാൻ പറയുമ്പോഴേ കണ്ണു തുറക്കാവൂ. അവൾ സമ്മതിച്ചു. അയാൾ കണ്ണടയ്ക്കാൻ ആവശ്യപ്പെട്ടു. ശീതൾ അനുസരിച്ചു. അയാൾ ശീതളിൻ്റെ കൈ വിടുവിച്ചു. തനിക്ക് പരിചിതമില്ലാത്ത വിയർപ്പു കലർന്ന തീക്ഷ്ണഗന്ധം പ്രസരിച്ചത് പെൺകുട്ടി അറിഞ്ഞു. അയാൾ പറയാതെ തന്നെ ശീതൾ കണ്ണു തുറന്നു. യുവാവ് നിലത്ത് തളർന്നു കിടക്കുന്നു. കേക്ക്? കുട്ടി ചോദിച്ചു. ഇവിടെ കേക്കും കോപ്പും ഒന്നുമില്ല, അയാൾ ക്ഷോഭിച്ചു. മര്യാദയ്ക്ക് ഇറങ്ങി പോകുകയാണ് നിനക്ക് നല്ലത്. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോരുത്തർ വലിഞ്ഞു കയറി വരും. അവൾ നിരാശയോടെ പുറത്തേക്കിറങ്ങി. പിന്നെയും നടന്നു. 5 മിനിറ്റ് നേരം നീങ്ങിയപ്പോൾ ഒരു ഇട റോഡിൽ നിന്ന് മുടിയും താടിയും വളർത്തിയ കണ്ണട വെച്ച് തോൾസഞ്ചി തൂക്കിയ മധ്യവയസ്കൻ ആകസ്മികമായി ശീതളിനൊപ്പമായി. ഒരുമിച്ച് അല്പസമയം നടന്നപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം ശീതളിൻ്റെ പേര് ചോദിച്ചു. അവൾ പേര് സൂചിപ്പിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞു, എൻ്റെ മകളുടെ പേരും ശീതൾ എന്നായിരുന്നു. മാമൻ്റെ പേരെന്താണ്? ശീതൾ തിരക്കി. അച്യുത് കെ നരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അവൾ പറഞ്ഞു. മോൾ എങ്ങോട്ടാണ് പോകുന്നത്? അയാൾ ചോദിച്ചു. എനിക്ക് എങ്ങും നടന്നു കാണാൻ മോഹം തോന്നി. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങിയതാണ്. പിന്നെ അവൾ കേക്കിൻ്റെ കാര്യം അവതരിപ്പിച്ചു. മാമന് വാങ്ങിച്ചു തരാൻ പറ്റുമോ? നോക്കാം, അച്യുത് കെ നരൻ പറഞ്ഞു. ഞാനൊരു പ്രോഗ്രാമിന് പോകുകയാണ്. മടങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ പണമാകും. അപ്പോൾ കേക്ക് വാങ്ങിത്തരാം. കുറച്ചു നേരത്തെ ആലോചനയ്ക്കു ശേഷം അയാൾ തുടർന്നു. പ്രത്യുപകാരം ചോദിക്കുകയാണെന്ന് തോന്നരുത്. മോൾ ഒരു ചെറിയ കാര്യം എനിക്കും ചെയ്തു തരണം. അപ്പോഴേക്കും അവർ ഒരു ട്യൂട്ടോറിയൽ കോളേജിന് മുന്നിലെത്തിയിരുന്നു. അതിനരികിൽ കവി സമ്മേളനം എന്നൊരു ഫ്ലെക്സ് ശീതൾ കണ്ടു. ഞാനൊരു എഴുത്തുകാരനാണ്. എൻ്റെ പുസ്തകങ്ങളാണ് ഈ സഞ്ചി നിറയെ. ഇത് വിറ്റാണ് ഉപജീവനം. അവിടെ കവിയരങ്ങിൽ ഞാനും കവിത അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ സദസ്സിൽ നീയും ആസ്വാദകയായിരിക്കണം. കവിത ചൊല്ലാൻ അച്യുത് കെ നരനെ ക്ഷണിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ നീ കൈയടിക്കണം. ഞാൻ കവിത ചൊല്ലി സ്റ്റേജിൽ നിന്നിറങ്ങുമ്പോൾ നീ മുന്നിലേക്ക് വന്ന് എൻ്റെ കാൽ തൊട്ടു വണങ്ങണം. അങ്ങനെയെങ്കിൽ ആളുകളുടെ പ്രത്യേക ശ്രദ്ധ എന്നിലേക്ക് വരും. അവിടെ എൻ്റെ കുറേ പുസ്തകങ്ങൾ വിറ്റുപോകും. എനിക്ക് കേക്ക് വാങ്ങിച്ചു തരാനും പറ്റും. ഞാനീ പറഞ്ഞത് സാധിച്ചു തരാമോ? അയാൾ പറഞ്ഞത് തരക്കേടില്ലാത്ത കാര്യമായി ശീതളിന് തോന്നി. അവൾ സമ്മതമേകി. അച്യുതിന് സന്തോഷമായി. അയാൾ കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്ത് അവളെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി. ഹാളിൻ്റെ മുൻവശത്ത് വിൽപ്പനയ്ക്ക് വച്ച പുസ്തകങ്ങൾ അവൾ കണ്ടു. അച്യുത് കെ നരൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഏതാനും പുസ്തകങ്ങൾ എടുത്ത് വിൽപ്പനക്കാരന് കൊടുത്തു. വിൽപ്പനക്കാരൻ ശ്രദ്ധ കിട്ടും വിധം അവ പ്രദർശിപ്പിച്ചു വച്ചു. കവിയും ശീതളും അകത്തേക്ക് ചെന്നു. സദസ്സിൽ 50ഓളം പേർ. ഒരാൾ വേദിയിൽ കവിത ചൊല്ലുകയാണ്. അച്യുതും ശീതളും വെവ്വേറെ നിരയിലായിരുന്നു. അനൗൺസർ അടുത്തയാളെ വിളിക്കുന്നു. അയാൾ പ്രശസ്തനായിരിക്കണം. കവിത കഴിഞ്ഞപ്പോൾ നല്ല കയ്യടി. പിന്നെ കയ്യടി കുറഞ്ഞവരും കൂടിയവരുമായ ഏതാനും പേരുടെ കവിത കൂടി കഴിഞ്ഞു. ശേഷം അച്യുത് കെ നരൻ എന്ന അനൗൺസ്മെന്റ് വന്നു. ശീതൾ ഉറക്കെ കയ്യടിച്ചു. പേര് കേൾക്കുമ്പോഴേ കയ്യടി കിട്ടിയത് അച്യുതിന് മാത്രമായിരുന്നു. അച്യുത് ക്ഷോഭഭാവത്തോടെ തൻ്റെ കാവ്യം അവതരിപ്പിച്ചു. ചൊല്ലലിൻ്റെ അവസാനം അയാൾ സദസ്സിലേക്ക് വിരൽ ചൂണ്ടി കുറച്ചുനേരം അനങ്ങാതെ നിന്നു. സാമാന്യം കയ്യടി അച്യുതിനും കിട്ടി. അദ്ദേഹം വേദിയിൽ നിന്നിറങ്ങുമ്പോൾ പറഞ്ഞുറപ്പിച്ചതുപോലെ ശീതൾ കവിക്കരികിലേക്ക് ചെന്ന് ആ പാദങ്ങളിൽ കുമ്പിട്ടു. അപ്പോൾ പൂർവാധികം ശക്തിയോടെ കരഘോഷമുയർന്നു.
അച്യുത് കെ നരൻ ശീതളിന്റെ മൂർധാവിൽ കൈവച്ചു. മൊബൈലുകൾ തുരുതുരാ മിന്നി. ഇരുവരും പഴയ സ്ഥാനത്തു തന്നെ ചെന്നിരുന്നു. പിന്നീട് 8-10 പേർ കൂടി കാവ്യം അവതരിപ്പിച്ചു. അവർക്കൊന്നും സദസ്സിന്റെ പ്രോത്സാഹനം വേണ്ടത്ര ലഭിച്ചില്ല. കവിത പുരോഗമിക്കുന്നതിനനുസരിച്ച് സദസ്സിലെ ആളൊഴിഞ്ഞുകൊണ്ടിരുന്നു. അവസാനത്തെ കവി സൃഷ്ടി അവതരിപ്പിക്കുമ്പോൾ ശീതളും അച്യുതുമടക്കം 7 പേർ മാത്രം. ചടങ്ങ് അവസാനിച്ചു. അച്യുത് ശീതളിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. പുസ്തക വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ കവിയുടെ ഒറ്റ പുസ്തകവും വിറ്റുപോയിട്ടില്ല. അച്യുത് മങ്ങിയ മുഖത്തോടെ അതെല്ലാം തിരികെ വാങ്ങി ശീതളുമായി പുറത്തേക്കിറങ്ങി. ഇങ്ങോട്ട് വന്നതുപോലെയല്ല. കുട്ടിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ചോറ് കഴിച്ചുറങ്ങുന്ന സമയമാണ്. സാമ്പാറും ചോറും കാബേജ് തോരനും മീൻ വറുത്തതും അമ്മ തയ്യാറാക്കി വച്ചിട്ടുണ്ടായിരുന്നു. കവി ശീതളിനെയും കൂട്ടി മടങ്ങുമ്പോൾ ടൗണിലേക്കുള്ള ഭാഗത്തേക്ക് തിരിഞ്ഞു. അവൾക്ക് ഉൾക്കൊള്ളാനാകാത്ത ചില കാര്യങ്ങൾ അയാൾ പറയുകയായിരുന്നു. ശുദ്ധ കവികളും കലാകാരന്മാരും എന്നും ദരിദ്രരാണ്. ഞങ്ങൾക്ക് ആരുടെ മുന്നിലും കൈനീട്ടാൻ വയ്യ, പിടിച്ചു പറിക്കാൻ വയ്യ. ആദർശം നോക്കണം, ഇമേജ് നോക്കണം. എൻ്റെ ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിച്ചു പോയത് എന്തുകൊണ്ടാണെന്ന് ശീതളിനറിയുമോ? കവിത കാരണം. കവിതയ്ക്കു വേണ്ടി എൻ്റെ സർക്കാർ ജോലി ഞാൻ ഉപേക്ഷിച്ചു. പകരം കവിത എനിക്ക് അല്പ പ്രശസ്തിയും ദാരിദ്ര്യവും കുടുംബ പരാജയവും തന്നു. ഈ ലോകം ഒരു വല്ലാത്ത ജാതി തന്നെ. ഒരു കാവ്യം കൊണ്ടും അത് നിർവചിക്കാനാവില്ല. അത്രയ്ക്ക് ദുഷിച്ചതും സങ്കീർണവുമാണ് ഈ ലോകം. സാഹിത്യകാരന്റെ വാക്കുകൾ ഇടറി. പിന്നെ അല്പനേരം അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. അയാൾ പറഞ്ഞത് കുറച്ചൊക്കെ ശീതളിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടു തന്നെ അവൾക്കു വിഷമം വന്നു. അവർ ഇരുവരും ഏതാണ്ട് തിരക്കുള്ള ഇടത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഒരു ബേക്കറിയുണ്ട് മറുപുറം അങ്ങേയറ്റത്ത്. ബദാം മരത്തിന്റെ തണലിൽ ടയർ കൊണ്ടുള്ള ഇരിപ്പിടത്തിൽ ശീതളിനെ ഇരുത്തി അച്യുത് തുടർന്നു. വാസ്തവത്തിൽ നീ പറഞ്ഞ കേക്ക് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വിലപിടിപ്പുള്ള ഒന്നാണെന്നറിയാം. നീ ഇവിടെ ഇരിക്കുക, ഞാൻ ആ ബേക്കറിയിൽ പോയി സാധനം വാങ്ങി വരാം. ഞാൻ സത്യം തുറന്നു പറയുന്നു, എൻ്റെ കയ്യിൽ കുറച്ചു രൂപയേ ഉള്ളൂ. അതുകൊണ്ട് കേക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ശീതളിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരില്ല. നിന്നെ അഭിമുഖീകരിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഗതികെട്ടവനെ മോൾ ശപിക്കരുത്. ബാലശാപം കുറേ അനുഭവിച്ചതാണ്. ഏറെ നേരം കഴിഞ്ഞും ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ നീ ആ ബേക്കറിയിലേക്ക് കയറി ചെന്ന് ക്യാഷ് കൗണ്ടറിലിരിക്കുന്ന ആളോട് ആഗ്രഹം പറയണം. നിന്നെപ്പോലൊരു കുട്ടിയെ ആവശ്യപ്പെട്ടാൽ ആ വ്യക്തിയുടെ മനസ്സലിയാതിരിക്കില്ല. അയാൾ സാമൂഹ്യ പ്രവർത്തകനും ദയയുള്ള മനുഷ്യനുമാണ്. തീർച്ചയായും എൻ്റെ അടുത്ത കവിത നിന്നെക്കുറിച്ചായിരിക്കും. നിനക്കതുകൊണ്ട് പ്രയോജനമൊന്നുമില്ലെങ്കിലും ആ രചനയുടെ പേര് ബ്ലൂബെറി കേക്ക് എന്നായിരിക്കും. അത് പറഞ്ഞപ്പോഴേക്കും കവി വിതുമ്പിപ്പോയിരുന്നു. അച്യുത് കുട്ടിയുടെ നെറ്റിയിൽ ഉമ്മ വച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ബേക്കറിയുടെ ഭാഗത്തേക്ക് നടന്നുപോയി. സമയം ഏറെ നീങ്ങി. കവി വരികയുണ്ടായില്ല. ശീതൾ അയാൾ പറഞ്ഞതുപോലെ റോഡ് മുറിച്ചു കടന്ന് ബേക്കറിയിലേക്ക് നടന്നു. അകത്തേക്ക് പ്രവേശിക്കാൻ നേരം ബേക്കറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളെ കണ്ട് ശീതൾ ഞെട്ടി. അവളുടെ അമ്മ. അമ്മയുടെ കയ്യിൽ വിശേഷപ്പെട്ട ആ സാധനമുണ്ടായിരുന്നു, ബ്ലൂബെറി കേക്ക്. മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. പ്രതീക്ഷയോടെ. നന്ദി.